ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഞാൻ ആദ്യമേ പറയാം, ഞാനൊരു വ്ളോഗറൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അതെനിക്കിഷ്ടമാണ് ചെയ്യാൻ. എനിക്ക് കൂടുതലിഷ്ടം ചെടിയെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാനാണ്. ഞാൻ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ചെടി ഇഷ്ടമുണ്ടായിരുന്ന ആളാണ്, അത്രയും കഷ്ടപ്പെട്ട് ചെടിയൊക്കെ നോക്കുന്ന ആളായിരുന്നു അല്ലെങ്കിൽ ആണെന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോറി ഞാൻ പറയാം. ഞാനങ്ങനെ ഭയങ്കര ഒരു ചെടിക്കാരിയല്ലായിരുന്നു, ചെടി ഇഷ്ടമുള്ള ആളൊന്നും ആയിരുന്നില്ല. എൻ്റെ അമ്മയും വല്യമ്മയെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ചെടിയോട് ഇഷ്ടമാണ്. ഇപ്പോഴും എൻ്റെ അമ്മയുടെ ബാൽക്കണി ഫുള്ള് ചെടിയാണ്. വല്യമ്മയുടെ വീടാണെങ്കിൽ മൊത്തം ചെടിയാണ്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള ആളൊന്നും ആയിരുന്നില്ല. വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നോട് ആ ഒരു കണ്ടീഷനാണ് വെച്ചത്, വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കണം, പിന്നെ വെക്കുന്ന ചെടിക്ക് വീട് കുറച്ച് ലൈവായിരിക്കണം, അപ്പോൾ കുറച്ച് ചെടി വെക്കണം, പക്ഷേ നീ നോക്കണം, അതിന് വെള്ളം ഒഴിക്കണം, അതിനെ പൊന്നുപോലെ നോക്കണം എന്ന്. അതമ്മ പറഞ്ഞതിന് കാരണമുണ്ട്. പണ്ട് അമ്മ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മയുടെ കംപ്ലീറ്റ് ചെടിയും ഉണങ്ങി നിൽപ്പുണ്ടായിരിക്കും. കാരണം ഞാൻ ഒരു കുടം വെള്ളം പോലും ഒന്നിനും കോരിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വെള്ളം പിടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എന്നോട് പറയും, എന്ത് കൊച്ചാണ് ഇതെല്ലാം, ഇവൾക്ക് എന്താ, ഇവൾക്ക് ഒരു ടേസ്റ്റും ഇല്ല എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര കെയർ ഫ്രീ ആയിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ഓ ചെടിയല്ലേ, അത് വളർന്നോളും, അല്ലെങ്കിൽ അത് ആരെങ്കിലും നോക്കിക്കോളും, എനിക്കതിനൊരു ഇൻട്രസ്റ്റേ ഇല്ലായിരുന്നു. വല്യമ്മയുടെ ചെടികളാണെങ്കിലും ഒരു വീട് മുഴുവനുണ്ട്, അല്ലെങ്കിൽ ഒരു മുറ്റം നിറയെ ചെടികളാണ്. അപ്പോൾ ഇവരിത്രയും ചെടിയെ ഇഷ്ടപ്പെടുമ്പോൾ ഞാനായിരിക്കും ഇവർക്ക് എന്ത് ഇത്ര ചെടി ഇഷ്ടം. പക്ഷേ ഈ വീട് വെച്ച് ഒരു 2 വർഷം വരെയും ഞാൻ അത്രയും ഒരു ഇൻട്രസ്റ്റഡ് ഒന്നും ആയിരുന്നില്ല. പതുക്കെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ 1-2 ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നോക്കുമ്പോൾ നന്നായി വളരുന്നുണ്ട്. അതും ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള മണി പ്ലാന്റ്സ് ആയി എല്ലാം. അപ്പോൾ ഞാൻ കരുതി ശരിയാ, എന്നാൽ കുറച്ച് ഇതിലോട്ട് ആക്റ്റീവായിട്ട് ചെടിയൊക്കെ നോക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷേ പിന്നെ ഞാൻ ആലോചിക്കുന്നത്, എനിക്കിപ്പോൾ ചെടിയില്ലാതെ പറ്റില്ല. ഞാൻ എവിടെയെങ്കിലും ഒരു യാത്ര പോയിട്ട് വന്നാലും എൻ്റെ കൺസേൺ മുഴുവൻ എൻ്റെ ചെടികളെ പറ്റിയും, എനിക്ക് പുറത്തുനിന്ന് കുറേ കിളികൾ വരും, അവരെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതും, ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരിതിൽ നിന്ന് ഞാൻ ടോട്ടലി മാറിയ ഒരാളാണ്. അത് മാറിയതിന് കാരണക്കാരെപ്പോഴും അമ്മയും വല്യമ്മയാണ്. അവരുടെ ചെടിയോടുള്ള ഇഷ്ടം അതാ ശരിയാണ്. ചിലപ്പം ആ ബ്ലഡ് എന്ന് പറയുന്ന ഇതിൽ എൻ്റെ ബ്ലഡിൽ ഉണ്ടായിരുന്നിരിക്കുന്നതുകൊണ്ടല്ലേ എനിക്കും ആ ഒരു ടേസ്റ്റ്. ഒരുപാട് പേര് ഈ വീട്ടിൽ വരുമ്പം എന്നോട് ചോദിക്കാറുണ്ട്, ചെടികൾ കണ്ടില്ലേ, ചോദിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെ നോക്കുന്നു എന്ന്. നമുക്കൊരു കാര്യത്തിനോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എല്ലാം ഹാർട്ട് ആൻഡ് സോൾ എല്ലാം അതിലിടുമോ നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ ഇട്ട് നോക്കുന്നതാണ് ഈ ചെടികളൊക്കെ. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ചെടികളുണ്ട്. ഇപ്പം അമ്മ എന്നോട് വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇപ്പം നീ വലിയ ചെടിക്കാരിയായിന്ന്. അത് കേൾക്കുമ്പോൾ ആക്ച്വലി പേഴ്സണലി ഭയങ്കര സന്തോഷമാണ്. ഇതെൻ്റെ ഒരു വലിയ മണി പ്ലാന്റ് ആണ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. ഒരുപാട് പേര് ഈ വീട്ടിൽ വരുമ്പോൾ അവർക്കെല്ലാം ഇഷ്ടമുള്ളൊരു സ്പേസാണിത്. ആ സ്പേസ് ഒരുപാട് ഞാൻ ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെൻ്റെ ഒരു ബുക്ക് ഷെൽഫാണ്. ഞാൻ കണ്ടോ, ഇതിൽ കുറച്ച് ബുക്സൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ പുറത്തുമൊക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്പേസാണ്. ഈ സ്പേസിൽ വന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട്. ഭയങ്കര സമാധാനമാണ്. പിന്നെ ചെടിയൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് നന്നായിട്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന ചേച്ചിയും പിന്നെ എൻ്റെ കൂടെ സാറയും സുഗന്ധി ചേച്ചിയൊക്കെ ഇതിനെ അവരും നോക്കാറുണ്ട്. ഞാൻ എവിടെയെങ്കിലും എൻ്റെ അമ്പിയമ്മ, ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ തന്നെ ഞാൻ ഇവരെയൊക്കെ വിളിച്ച് ആദ്യം അന്വേഷിക്കുന്നത് എൻ്റെ ചെടിയൊക്കെ ഓക്കെ ആണോ. കാരണം എനിക്കെൻ്റെ മക്കളെ ഞാൻ എപ്പോഴും വീഡിയോ കോളിൽ കാണാറുണ്ട്. പക്ഷേ എനിക്കെൻ്റെ ചെടി എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇതാണ്. ഞാൻ എവിടെയെങ്കിലും പോയാലും ഞാൻ പറയും, ഈ ചെടി ഒന്ന് കാണിക്കാല്ലേ, ആ ചെടി ഒന്ന് നോക്കിക്കോ, കിളികൾ വരാറുണ്ടോ, എൻ്റെ കിളികളെ നോക്കിക്കോ എന്നൊക്കെയാണ് ഞാൻ ഇവരെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കാറുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ഒട്ടും ചെടിയെ സ്നേഹിക്കാത്ത ഞാൻ ഇപ്പോൾ ഭയങ്കര ചെടി ഇഷ്ടമുള്ള ആളാണ്. വീടിൻ്റെ അകവും ഫുള്ള് ചെടിയാണ്, വീടിൻ്റെ പുറവും ഫുള്ള് ചെടിയാണ്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് വരുന്നുള്ള വീഡിയോസിലൊക്കെ കാണിക്കാം. ഞാൻ ഇത്രയും നാളായിട്ട് കുറച്ച് വീഡിയോസ് റീൽസൊക്കെ ഇടുമ്പോൾ എല്ലാവരും അതൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു, ഈ ചെടിയൊക്കെ ഫുള്ളായിട്ട് കാണിച്ചു തരുമോ, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുമോ. ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഞാനും ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ്. അല്ലാതെ പിന്നെ അമ്മയോട് ചോദിച്ചിട്ടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, അതിനെന്ത് വളം ഉപയോഗിക്കണം, അല്ലെങ്കിൽ അകത്ത് ഇൻഡോറിനൊന്നും ഞാൻ വളമൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ പുറത്ത് വെക്കണ ചെടിക്കൊക്കെ വളം ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ചെടി ഇപ്പം
ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല. ഒരുവിധം എല്ലാ വീട്ടിലും ചെടിയുണ്ട്. അതേപോലെ തന്നെ ഈ വീടും ഫുള്ള് ചെടിയുടെ ഇത് കണ്ടോ, ഇതും ഒരു സ്നേക്ക് പ്ലാന്റ് ആണിത്. ഇതും ഞാനിങ്ങനെ അകത്ത് വെച്ചിരിക്കുവാണ് ഈ സ്നേക്ക് പ്ലാന്റും. അങ്ങനെ കുറേ ഉണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ